ചോരച്ചാലുകൾ ബിജെപിയുടെ പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം അശോക സ്തംഭം തലയിൽ ചൂട് അതിന്റെ ഭാവന വിലയറിയാതെ പിണറായിക്ക് വിടുവണ ചെയ്യും അരുണാരി ഗോപകുമാര് ബിജെപിയുടെ പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം അശോക സ്തംഭം തലയിൽ ചൂട് അതിന്റെ ഭാവന വിലയറിയാതെ അശോക സ്തംഭം തലയിൽ ചൂട്. പുതുതായി ചാർജ് എടുത്ത CI ഗോപകുമാർ എന്ന കുട്ടൻ തമ്പുരാൻ എന്ന് വിലസി നടക്കുന്ന ആറ്റിങ്ങൽ CI ഗോപകുമാർ കഴിഞ്ഞ ഏതാനും ഒരു മാസം പോലും തികയുന്നതിന് മുമ്പ് ഇവിടെ ചാർജ് എടുത്തതിനു ശേഷം ഇവിടെ വിവിധ സ്ഥലങ്ങളിലായിട്ട് വിവിധ പൊതുപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുന്ന ഒരു സാധാരണക്കാരന്റെ തലമണ്ട ഹെൽമറ്റ് കൊണ്ട് അടിച്ചു പൊട്ടിക്കുന്ന ഒരു സാഹചര്യം, ഇതിനൊക്കെ ഒത്താശ പിടിക്കാൻ ഈ CI കൂട്ടുനിന്നപ്പോൾ അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ മേലിലേക്കും കുതിര കയറാമെന്നൊരു ബന്ധമോഹം ഈ കുട്ടൻ തമ്പുരാന്റെ നേതൃത്വത്തിലുള്ള ആറ്റിങ്ങൽ പോലീസിന് ധൈര്യം വന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയാം. ഇവിടുത്തെ സാധാരണ പ്രവർത്തകരെ ആക്രമിക്കുവാനും അതുപോലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ ആക്രമിക്കുവാനും ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ടായിട്ടുള്ള ഒരു മുന്നേറ്റം അത് തടയുവാനും ഇവിടുത്തെ CA ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ CPM നടത്തുന്ന, ഇവിടുത്തെ ജില്ലാ സെക്രട്ടറി ബിജോയ് നടത്തുന്ന, ഇവിടുത്തെ ആറ്റിങ്ങൽ മുൻ ഏരിയ സെക്രട്ടറി ആയിരുന്ന രാമു നടത്തുന്ന നിഷ്ഠൂരമായിട്ടുള്ള പ്രവർത്തനം അത് BJPയുടെ മേലിൽ വേണ്ട. BJPയുടെ പ്രവർത്തകരെ ആക്രമിക്കുവാനും BJPയുടെ മെമ്പർമാരെ ആക്രമിക്കുവാനും BJP മെമ്പർമാർക്കെതിരെ കള്ളക്കേസെടുക്കുവാനും ഇവിടുത്തെ CPM നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അത് ആറ്റിങ്ങൽ പോലീസിനെ വെച്ചിട്ടാണ് ചെയ്യാൻ സാധിക്കുക.
പാർട്ടിയുടെ ചുണക്കുട്ടികളായിട്ടുള്ള പ്രവർത്തകരുണ്ട്, സംസ്ഥാന നേതാക്കന്മാരുണ്ട്. അവര് ഇതിന് പകരം ചോദിക്കുവാൻ ചൂടെയുള്ള സംഘപരിവാർ പ്രവർത്തകരും സംഘപരിവാർ പ്രവർത്തനത്തിന്റെ പാരമ്പര്യമുള്ള ഭാരതീയ ജനതാ പാർട്ടി ശ്രീ വി മുരളീധരൻ അവർ പാർട്ടിയുടെ ദേശീയ സമിതി അംഗവും മുൻ മന്ത്രിയുമായിട്ടുള്ള ശ്രീ വി മുരളീധരൻ അവർ എല്ലാവരെയും കീഴുമാറ്റിങ്ങലും വർക്കലയും ഉൾപ്പെടെയുള്ള ഈ മേഖലകളിൽ ഭാരതീയ ജനതാ പാർട്ടി ആ തലത്തിലേക്ക് വളർന്നിരിക്കുന്നു, ഉയർന്നിരിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനത്തിനെ തടയാനും തടുക്കാനും അതിനെ പ്രതിരോധിക്കാനുമായി അച്ചാരം വാങ്ങി ഇറങ്ങിയ കുറെ ആൾക്കാർ ഈ നാട്ടിലുണ്ട്. ആ കൂട്ടത്തിൽ ഈ ആറ്റിങ്ങലിലെ CIയും ആ കൂട്ടത്തിലുള്ള ഒരുവനായിട്ട് അതപ്പതിപ്പിക്കുമ്പോൾ ആ CIക്കെതിരായിട്ടുള്ള ജനകീയമായിട്ടുള്ള പ്രതിഷേധവും രൂക്ഷവുമായ ജനതാ പാർട്ടി ായിട്ടുള്ള വസ്തുതയാണ്. ഈ നാട്ടിൽ നീതിപൂർവം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, നിയമ സംവിധാനങ്ങൾ പരിരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ഈ നാട്ടിൽ ശാന്തിയും സമാധാനവും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനതയ്ക്ക് നേതൃത്വം നൽകാൻ അവന്റെ നിയമപാലനത്തിന്റെ ഉത്തരവാദിത്വം ഇതുപോലെയുള്ള മാഫിയ നേതാക്കന്മാർക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ പിണറായി വിജയൻ സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഈ CIയെ സംബന്ധിച്ച് ഞങ്ങൾ കേവലം രാഷ്ട്രീയ പ്രസംഗത്തിന്റെ ഭാഗമായി ഈ പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഇത് പറയുകയല്ല. ഈ സർക്കിൾ ഇൻസ്പെക്ടറെ സംബന്ധിച്ച് കോടതിയുടെ വിധിയുണ്ട്. ഈ മര്യാദയ്ക്ക് പെരുമാറാൻ തന്റെ മുമ്പിൽ വന്ന് ഭാരതീയ ജനതാ പാർട്ടി തന്നോട് ആവശ്യപ്പെടുകയാണ്. മിസ്റ്റർ ബാബുകുമാർ തന്നോട് ആവശ്യപ്പെടുകയാണ്. തന്റെ ഗുണ്ടായുസവും ഇത്തരത്തിലുള്ള പേക്കുത്തുകളും ഇനി ആറ്റിങ്ങലിൽ നടക്കില്ല. തന്റെ മുമ്പിൽ തന്റെ പാദസേവകന്മാരായിട്ടുള്ള സഖാക്കന്മാരും കാണും, തന്റെ മാസപ്പടി വാങ്ങുന്ന നേതാക്കന്മാർ കാണും, MLA കാണും. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി സത്യത്തിനും നീതിക്കും നിയമത്തിനും വേണ്ടി നിൽക്കുന്ന പാർട്ടിയാണ്. ആ പാർട്ടി അതിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ പറയുന്നു, ഇനി ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകനെതിരെ അനീതിയുടെ ഗോപകുമാറിന്റെ ആ കൈവിരൽ ചൂണ്ടപ്പെട്ടാൽ ഗോപകുമാറെ തന്റെ കാക്കി ഇനി സംരക്ഷിക്കാൻ തനിക്ക് സാധിക്കില്ല. തന്റെ കാക്കി സംരക്ഷിക്കാൻ തനിക്ക് സാധിക്കില്ല. താൻ ഈ നാട് അറിയപ്പെടുന്ന കുപ്രസിദ്ധനായിട്ടുള്ള ഒരു മാഫിയാണ്. താൻ മാഫിയ സംഘങ്ങൾക്ക് വിടുപണി ചെയ്ത് കോടികൾ സമ്പാദിച്ചിട്ടുണ്ട്. ആ സമ്പാദ്യം മുഴുവൻ അമ്മായിയപ്പൻ വഴി ബ്രൈഡ് വട്ടിപ്പലിശയ്ക്ക് കൊടുത്ത് ജീവിക്കുന്ന ഒരുത്തനാണ് താനെന്ന് അറിയാൻ വയ്യാത്തവരായിട്ട് ഈ നാട്ടിൽ ആരുമില്ല. ഇവിടെ ഇതൊക്കെ അന്വേഷിക്കാൻ ചില മിടുക്കന്മാരുണ്ട്. ഇതൊക്കെ അന്വേഷിച്ച് ഓരോരുത്തന്മാരെ കിടത്തേണ്ട സ്ഥലത്ത് കിടത്താൻ പറ്റിയ ചില മിടുക്കന്മാർ ഈ നാട്ടിലുണ്ട്. ഇന്ത്യയിൽ അങ്ങനെയുള്ള മിടുക്കന്മാർ ആരൊക്കെയെന്ന് ഇപ്പോൾ CIയുടെ മുമ്പിൽ വെച്ച് BJP CIയോട് ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ചെവിക്ക് നുള്ളിക്കാം. BJPക്കെതിരെ ഇനി വരരുത്. വന്നാൽ നിങ്ങളുടെ നാശമാണത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകിയ ഈ പോലീസ് സ്റ്റേഷന്മാർക്ക് ഉദ്ഘാടനം ചെയ്യാൻ സമാരാധ്യനായിട്ടുള്ള നമ്മുടെ നേതാവ് ശ്രീ വി മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ എത്തിയിരിക്കുന്നു. പാർട്ടിയുടെ മുതിർന്ന നേതാവായിട്ടുള്ള മേഖല വൈസ് പ്രസിഡന്റ് ശ്രീ തൊട്ടക്കാട് ശശി അവർ, പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റുമാരായിട്ടുള്ള ശ്രീ സന്തോഷ്, ശ്രീ പ്രവീൺ, ശ്രീ ഹരി, ശ്രീ ബിജു, ശ്രീമതി വിജി, ശ്രീ ബൈജു, ശ്രീ വിജയകുമാർ, പാർട്ടിയുടെ ജില്ലാ നേതാക്കളായിട്ടുള്ള ശ്രീ ബാലമുരളി, ശ്രീ വെടിവുറ്റ ഒരു പോലീസ് സേനയെ ഏത് കേസും അന്വേഷിച്ച് കണ്ടെത്തി കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ശേഷിയുള്ള ഒരു പോലീസ് സംവിധാനമായിരുന്നു. സമർത്ഥരായിട്ടുള്ള നിരവധി ഉദ്യോഗസ്ഥന്മാർ ഏറ്റവും താഴെത്തട്ടിൽ തൊട്ട് ഏറ്റവും മുകൾ തട്ട് വരെയുള്ള പോലീസിന്റെ ആ സംവിധാനത്തിൽ മുഴുവൻ ഉണ്ടായിരുന്നു. പോലീസുകാരുടെ കാക്കി ഈ രാജ്യത്തെ ജനങ്ങൾ ഭയക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കുറ്റവാളികളായിട്ടുള്ള ആളുകൾ ഭയന്നിരുന്നു. ഈ പോലീസ് സംവിധാനത്തെ നിയന്ത്രിക്കുക മാത്രമല്ല, ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഞാനിപ്പോ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ എല്ലാ മീഡിയയിലുള്ള വാർത്ത എന്താ? LDF കൺവീനർ രാജിവെച്ചു.
കാരണം കേരളത്തിൽ ആകെ ഒരൊറ്റ ഒരാളേ ഉള്ളൂ. LDF എന്ന് പറഞ്ഞ സംവിധാനം തന്നെ ഇല്ല. അതുകൊണ്ട് EP ചേരാൻ തീരുമാനിച്ചു. വെറുതെ എന്തിനാ ഞാൻ ഈ കൺവീനർ സ്ഥാനം വെച്ചോണ്ട് നടക്കുന്നത്? കാരണം ആകെ ഒരാളാണ് എല്ലാം തീരുമാനിക്കുന്നത്, ശ്രീമാൻ പിണറായി വിജയൻ. മാർക്സിസ്റ്റ് പാർട്ടി എന്നുള്ള പാർട്ടിക്ക് തന്നെ പ്രസക്തി ഇല്ലാതായി. LDF എന്ന് പറയുന്ന സംവിധാനം തന്നെ പ്രസക്തമല്ലാതായപ്പോ പോലീസിലെ സാധാരണ നിയമനം തൊട്ട് LDF-ന്റെ കൺവീനർ വരെ അവർക്ക് വരെ ഒരു പ്രസക്തിയില്ലാത്ത ഒരു സാഹചര്യം, ആ സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് EP ജയരാജൻ രാജിവെച്ച് കണ്ണൂരിലേക്ക് തിരിച്ചുപോയി. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കുക. പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ വന്ന്, പോലീസ് സ്റ്റേഷന്റെ മുന്നിലാണെങ്കിൽ ആ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ വന്ന് പോലീസുകാരോട് അവരുടെ ഉത്തരവാദിത്വം എന്താണ് എന്ന് ഓർമ്മവരാണ്. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്കെതിരായിട്ട് നിയമം ലംഘിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരെ കള്ളക്കേസിൽ കുടുക്കി ജയിലിനകത്തിടാം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ജയിലും അറസ്റ്റും ഒക്കെ കുറെ കണ്ടിട്ടുള്ള ആളുകളാണ്. ഞങ്ങള് ഈ ജയില് കണ്ട് പേടിക്കുന്നവരല്ല, പോലീസ് സ്റ്റേഷൻ കണ്ട് പേടിക്കുന്നവരല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 1975-ൽ 2 കൊല്ലക്കാലം അന്ന് രാജ്യം ഭരിച്ച ഇന്ദിരാഗാന്ധി ഭാരതീയ ജനതാ പാർട്ടിയുടെ അന്നത്തെ നേതാക്കന്മാരെ മുഴുവൻ ജയിലിനകത്തിട്ടിട്ട് ഈ പാർട്ടി ഇല്ലാതായിട്ടില്ല.